നമസ്കാരം. മകരക്കൂറുകാരുടെ 2026 വിഷുഫലത്തെ പറ്റിയാണ് പറയുന്നത്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദം അടങ്ങിയതാണ് മകരക്കൂറ്. ഇവരുടെ രാശ്യാധിപൻ ശനിയാണ്. ഇവർ പൊതുവെ പരിശ്രമശാലികളായിരിക്കും. പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ സാമർഥ്യമുള്ളവരാണ്. ദീർഘവീക്ഷണമുള്ളവരും ആയിരിക്കും. വാക്ചാതുര്യം കൊണ്ട് ആരെയും വശത്താക്കുവാൻ കഴിവുള്ളവരാണ് മകരക്കൂറിൽ ജനിക്കുന്നവർ. എന്നിരുന്നാലും ജീവിതത്തിൽ ഒരു അലസത പ്രകടിപ്പിക്കുന്ന സ്വഭാവം ഇവർക്ക് ഉണ്ട്. വളരെ മെല്ലെ മാത്രമേ ജീവിത വിജയം അല്ലെങ്കിൽ ജീവിതത്തിൽ വളർച്ച നേടുവാൻ ഇവർക്ക് സാധിക്കുകയുള്ളൂ. 2026 വിഷുഫലത്തെ പറ്റി പറയുകയാണെങ്കിൽ ജൂൺ വരെ ഇവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി എന്ന് വരാം. കാരണം വ്യാഴം 6ാം ഭാവത്തിൽ അത്ര ഗുണകരമല്ലാത്ത ഭാവത്തിലാണ്. എന്നാൽ ശനി ഇഷ്ടഭാവത്തിൽ ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ സമയത്ത് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ചെറിയ ചെറിയ ആരോഗ്യക്കുറവുകളും മാനസിക സംഘർഷവും ഉണ്ടായി എന്ന് വരാം. സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബന്ധുജനങ്ങളുമായി കലഹമുണ്ടാകാതെ നോക്കേണ്ടത് ഉണ്ട്. യാത്ര അത്ര ഗുണകരമായി കൊള്ളണമെന്നില്ല. എന്നാൽ ജൂൺ 2 ശേഷം ഇവർക്ക് വളരെ അധികം നല്ല സമയമാണ്. വ്യാഴം 7ാം ഭാവത്തിലേക്ക് ഉച്ചസ്ഥാനത്തേക്ക് വരികയാണ്. മാത്രമല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടി ജന്മത്തിലേക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങൾ, സൗഭാഗ്യങ്ങൾ അവർക്ക് വളരെ കൂടുതൽ ലഭിക്കുന്നതാണ്. ശനിയും ശുഭസ്ഥാനത്ത് ഉള്ളതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതും ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാവുന്നതുമാണ്. അവിചാരിതമായ സഹായ സഹകരണങ്ങൾ വന്നു ചേരുന്നതാണ്. ബന്ധു സഹായവും ഉണ്ടാവുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ വളരെ കൂടുതൽ ലഭിക്കുന്ന ഒരു വർഷമാണ്. വിദേശയാത്രക്ക് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ഉദ്യോഗ ലബ്ധി ഉണ്ടാവുന്നതും സ്ഥാനക്കയറ്റം ഉണ്ടാവുന്നതും അതുവഴി ധനപുരോഗതി ഉണ്ടാവുന്നതും ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്ക് ജോലി മാറ്റം ലഭിക്കുന്നതും ആണ്. നേതൃസ്ഥാനം വഹിക്കുവാനുള്ള അവസരവും വന്നു ചേരുന്നതാണ്. സർക്കാർ ഗുണം ലഭിക്കുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ബിസിനസ് പുരോഗതി ഉണ്ടാവുന്നതും സംരംഭ വിജയം ഉണ്ടാവുന്നതാണ്. സാമ്പത്തിക ഭദ്രതയും നിക്ഷേപവും കൈവരിക്കുവാൻ കഴിയുന്ന വർഷം കൂടിയാണ് 2026. അധ്വാന ഫലം ലഭിക്കുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. ഏതെങ്കിലും രീതിയിൽ പിണക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരുന്നതാണ്. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും സാധ്യതയുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്നു ചേരുകയോ അതിനുള്ള അവസരങ്ങൾ വരികയോ ചെയ്യുന്നതാണ്. വേണ്ടപ്പെട്ടവർ ഒത്തുചേരുന്ന വർഷം കൂടിയാണ്. വസ്തു വാങ്ങുന്നതിനും വീട് വെക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നടന്നു കിട്ടുന്നതാണ്. വാഹനം വാങ്ങുവാനും അവസരമുണ്ടാവുന്നതാണ്. വീട് പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഭൂമി വിറ്റ് ലാഭം നേടുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നടന്നു കിട്ടുന്നതാണ്. വിദ്യാ നേട്ടമുണ്ടാവുന്നതാണ്. പഠന മികവ് ഉണ്ടാവുന്നതാണ്. അംഗീകാരവും ബഹുമാനവും ലഭിക്കുന്ന വർഷം കൂടിയാണ്. കാര്യവിജയവും സ്ഥാനലബ്ധിയും അപ്രതീക്ഷിത നേട്ടവും ഉണ്ടാവുന്നതാണ്. എന്നാൽ അലസത ഇല്ലാതെ ശ്രദ്ധിക്കേണ്ടത് ഉണ്ട്. പുതിയ വരുമാന സ്രോതസ് തെളിഞ്ഞു വരുന്നതാണ്. സുഹൃത്ത് ബന്ധം കൂടുതൽ ദൃഢമാകുന്നതാണ്. തീർത്ഥയാത്ര പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവുന്നതാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിൽ മികച്ച നേട്ടം ഉണ്ടാവുന്നതും അതിന് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതും പുരസ്കാരങ്ങൾ ലഭിക്കുന്നതും ഒക്കെയാണ്.
തൻ്റെ വാക്കിന് വില കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. പൊതുവെ പറഞ്ഞാൽ ഇവർക്ക് 2026 വളരെ അധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന, വളരെ അധികം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുന്നതും ഏറ്റവും ഗുണകരമായ ഒരു വർഷം ആണ് എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും ചെറിയ ചെറിയ രോഗങ്ങളെ പറ്റി ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിഷസംബന്ധമായി രോഗങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് പഴകിയ ഭക്ഷണം കഴിക്കുമ്പോഴോ മറ്റോ അതീവ ശ്രദ്ധ ആവശ്യമുണ്ട്. രക്തസംബന്ധമായ ത്വക്ക് രോഗങ്ങൾ പോലെയുള്ള രോഗങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചതി, വഞ്ചന എന്നിവയിൽ പെടാതിരിക്കാൻ സൂക്ഷിക്കണം. മാതാവിന് ഏതെങ്കിലും രീതിയിൽ അസുഖമുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പൊതുവെ ഇവർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതലാണെങ്കിലും ചെറിയ ചെറിയ ദോഷഫലങ്ങൾ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഈശ്വര പ്രാർത്ഥന വർദ്ധിപ്പിക്കേണ്ടത്, ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതും ആവശ്യമാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും മഹാവിഷ്ണുവിനെ ഭജിക്കുകയും ചെയ്യുന്നത് പ്രയോജനപ്രദമാണ്. ദേവീക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനവും മഹാഗണപതിയെ പ്രീതിപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് മികച്ച ഗുണഫലങ്ങൾ ലഭിക്കുകയും ദോഷഫലങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നതാണ്.